JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരാൾ എന്നെ വിളിച്ചൊരു ചോദ്യം ചോദിച്ചു, അതിനുള്ള മറുപടി. ഒരു പക്ഷെ ആ സംശയം പലർക്കും ഉണ്ടാകാം. അത് വേറെ ഒന്നുമല്ല, ചില സംഖ്യകൾ ഒരു മാസമോ 20 ദിവസമോ 30 ദിവസമോ കുറേ ദിവസം എന്ന് എന്നോട് പറഞ്ഞു. ഒരു സംഖ്യകൾ കുറേ ദിവസം എഴുതി വെച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അതാണ് ചോദ്യം. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു, ഏതോ ഒരു വീഡിയോയിൽ 12 എന്ന സംഖ്യയെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യം സാധിക്കും, ആഗ്രഹം സാധിക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് പറയുമ്പോൾ ശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത്. അതിനെ സംബന്ധിച്ച് പറയുമ്പം സംഖ്യകളെ സംബന്ധിച്ച് പറയുന്നത് ന്യൂമറോളജിയാണ്, സംഖ്യാശാസ്ത്രമാണ്. അതിന് അതിൻ്റേതായ ചില രീതികളുണ്ട്, ചില ചിട്ടകളുണ്ട്. അതനുസരിച്ച് അസ്ട്രോളജി, അതുപോലെ ഹസ്തരേഖാശാസ്ത്രം, ന്യൂമറോളജി ഇങ്ങനെയൊക്കെ പറയുന്നതിനെല്ലാം അതിൻ്റേതായ ചില ചിട്ടകളുണ്ട്, അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് വിശകലനം നടത്തേണ്ട കുറേ ആവശ്യകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പം ന്യൂമറോളജി ആയിരിക്കാം, ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യം, കാരണം സംഖ്യകളെ സൂചിപ്പിക്കുന്ന ന്യൂമറോളജി, അതിൻ്റെ നിയമങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ജനനത്തീയതി, അതല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്ന പേര്. അത് നിങ്ങളുടെ പേരാകാം, സ്ഥാപനത്തിൻ്റെ പേരാകാം, ഏതുമാകാം. അങ്ങനെയുള്ള പേര് ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി അതിനക്കങ്ങൾ ഇട്ട് അത് കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന അക്കങ്ങൾ എത്രയാണോ അത്. അതുപോലെ ജനനത്തീയതിയിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ അവസാനം ഒറ്റസംഖ്യയായിട്ട് കിട്ടുന്നത് എത്രയാണോ അത്. ഇനി ഒറ്റസംഖ്യ മാത്രമല്ല, ഇരട്ടസംഖ്യ ആയാലും ഫലമുണ്ട്, അത് വേറൊരു കാര്യം. അപ്പം ഇങ്ങനെ കിട്ടുന്ന സംഖ്യ, ആ സംഖ്യ എല്ലാവർക്കും ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഗ്രഹങ്ങൾക്കും ഈ ന്യൂമറോളജിയിൽ തന്നെ ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനം ഓരോ സംഖ്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ആഴ്ചയ്ക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ABCD എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്കും ഓരോ അക്കങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്കങ്ങൾ നമ്മളിപ്പോൾ ലക്കി നമ്പരെന്നോ അല്ലെങ്കിൽ ഫാൻസി നമ്പരെന്നോ ഒക്കെ സ്വാഭാവികമായിട്ട് വിളിക്കുന്നതിനൊന്നും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. അത് വേറൊരു കാര്യം, ഇത് വേറൊരു കാര്യം. അപ്പോൾ ഈ അക്കവും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധവും, ആഴ്ചയും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധവും, ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധവും കണ്ടുപിടിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണോ നമുക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അസ്ട്രോളജി പോലെ മറ്റൊരു തരത്തിൽ വിശദമാക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ന്യൂമറോളജി. ഇത് നന്നായി പഠിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാനും പറ്റും. കാരണം ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവരാണല്ലോ അസ്ട്രോളജിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കേൾക്കാനും തയ്യാറാവുന്നത്. അല്ലാത്തവർക്ക് അതിനോട് താല്പര്യമൊന്നും വരത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു നമ്പർ ദിവസവും എഴുതി വെച്ചത് കൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി ന്യൂമറോളജി പറയുന്ന ചില കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയാം. സൂര്യൻ എന്ന ഗ്രഹത്തിന് കൊടുത്തിരിക്കുന്ന അക്കം 1, ചന്ദ്രന് 2, വ്യാഴത്തിന് 3, രാഹുവിന് 4, ബുധന് 5 എന്നക്കമാണ്, ശുക്രന് 6, കേതുവിന് 7, ശനിക്ക് 8, ചൊവ്വായ്ക്ക് 9. ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ സംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആഴ്ചയ്ക്കും സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഞായറാഴ്ചയ്ക്ക് 1, തിങ്കളാഴ്ചയ്ക്ക് 2, വ്യാഴാഴ്ചയ്ക്ക് 3, ബുധനാഴ്ചയ്ക്ക് 5, വെള്ളിയാഴ്ചയ്ക്ക് 6, ശനിയാഴ്ചയ്ക്ക് 8, ചൊവ്വാഴ്ചയ്ക്ക് 9. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 4നും 7നും ആഴ്ച പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇംഗ്ലീഷ് അക്ഷരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ 1 എന്ന അക്കം സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഒരു പേന എടുത്ത് വെച്ച് എഴുതി വെച്ചിരുന്നാലും മതി. 1 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്ന AIJQY ഇത്തരം അക്ഷരമാണ്. 2 എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് B അല്ല, ബാലൻ എന്നുള്ള BKR എന്ന 3 അക്ഷരം. 3
എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നത് സി, ജി, എൽ, എസ് എന്നീ അക്ഷരങ്ങളാണ്. 4 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നത് ഡി, ഡേറ്റിൻ്റെ ഡി, ഡി, ടി, എം. 5 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നത് ഇ, എച്ച്, എൻ, എക്സ് ഇത്രയും അക്ഷരങ്ങളാണ്. ഇനി 6 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നത് യു, വി, ഡബ്ല്യു. 7 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നത് ഒ, ഇസഡ്. 8 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നത് എഫ്, പി. ഈ 2 അക്ഷരമാണ്. ഇങ്ങനെ നിങ്ങളുടെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ഇംഗ്ലീഷ് അക്ഷരം എഴുതി വെച്ചിട്ട് അതിനക്കങ്ങൾ കൊടുത്ത് ഇത് പരസ്പരം എല്ലാം കൂടി കൂട്ടി നോക്കുക. 2 അക്കമായാലും 3 അക്കമായാലും അതിനെ വീണ്ടും കൂട്ടുമ്പോൾ ഒരക്കമായിട്ട് വരും. ഈ ഒറ്റ സംഖ്യയായി കിട്ടുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായിട്ട് വരും. അത് ഏത് ഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കുക. ആ പറയുന്ന ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായാൽ ആ ദിവസവും ആ സംഖ്യയും നല്ലതാണ്. അതാണ് അതിനകത്ത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങളുടെ പേരിൻ്റെ എല്ലാ അക്ഷരങ്ങളും കൂട്ടി നോക്കിയപ്പോൾ 1 എന്ന സംഖ്യയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ആ 1 എന്ന സംഖ്യ സൂര്യനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യൻ മേടമാസത്തിലോ ചിങ്ങമാസത്തിലോ, അതായത് നിങ്ങൾ ചിങ്ങമാസത്തിലോ മേടമാസത്തിലോ ജനിച്ചവരോ അല്ലെങ്കിൽ 3, 6, 10, 11 ഈ ഭാവങ്ങളിൽ സൂര്യൻ നിൽക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഞായറാഴ്ച നല്ല ദിവസമായിരിക്കും. 1 എന്ന് പറയുന്ന സംഖ്യയും നല്ലതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ വിശദമായിട്ട് പറയുന്നത്. ഇതിനെ ഒരുപാട് വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയവും പോകും. എങ്കിലും ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് പരമാവധി ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അത് 10 മുതൽ ഇപ്പോൾ 99 വരെ ആകാം. അത് കഴിഞ്ഞാൽ പിന്നെ 3 അക്ക സംഖ്യ വരുമല്ലോ. അപ്പോൾ 2 അക്ക സംഖ്യ ആയാലും 3 അക്ക സംഖ്യ ആയാലും നമുക്കതിൻ്റെ ഫലം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ 2 അക്ക സംഖ്യ ആണെങ്കിൽ ആദ്യത്തെ അക്കം ഏത് ഗ്രഹത്തെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ അക്കം ഏത് ഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലം എങ്ങനെ അല്ലെങ്കിൽ എന്ത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതി. ഇപ്പം ഇവിടെ സംശയം ചോദിച്ച വ്യക്തി എന്നോട് പറഞ്ഞത് 12, 12, 12 എന്ന സംഖ്യയെക്കുറിച്ചാണ്. ഇത് ഏത് സംഖ്യ ആയാലും എല്ലാവർക്കും നല്ലത് നൽകണമെന്നൊന്നുമില്ല. ഈ 12 അല്ല, ഇനി ഏത് സംഖ്യ എഴുതി വെച്ചാലും ദിവസവും എഴുതി വെച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് പറയുന്നതും ശാസ്ത്രമൊന്നുമല്ല. അത് വെറുതെ ഒരു വിശ്വാസം എന്നതിനപ്പുറം ഒന്നുമില്ല. കാരണം ഒരു കാര്യം വിശ്വസിച്ച് ചെയ്യുന്നു, നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകും. അത് എഴുതിയാലും ഗുണമുണ്ടാകും, എഴുതിയില്ലെങ്കിലും ഗുണമുണ്ടാകും. എഴുതുമ്പോഴാണ് അതിന് ഗുണമുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുമായി താരതമ്യം ചെയ്ത് ഞാൻ എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ഗുണമുണ്ടായത് എന്ന് നിങ്ങൾക്ക് തോന്നും. മറിച്ച് നല്ല സമയമല്ലെങ്കിൽ എഴുതിയാലും ഗുണമുണ്ടാകില്ല, എഴുതിയില്ലെങ്കിലും ഗുണമുണ്ടാകില്ല. ഇനി 12 എന്ന സംഖ്യ, 12, 12, 12 എന്ന സംഖ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ 1 സൂര്യൻ, 2 ചന്ദ്രൻ. അപ്പോൾ 1 + 2, 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3 ആണ്. ഈ 3 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്ന വ്യാഴമാണ്. അപ്പോൾ ഈ 3 ഗ്രഹങ്ങളും നിങ്ങളുടെ ജാതകത്തിൽ, അതായത് സൂര്യനും ചന്ദ്രനും വ്യാഴവും അനുകൂലമായി നിൽക്കുകയും ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളാണ് ഏത് സമയത്തായാലും നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സമയം എപ്പോഴാണോ ആ ദിവസങ്ങൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. അത് എഴുതിയാലും ഗുണമുണ്ടാവും, എഴുതിയില്ലെങ്കിലും ഗുണമുണ്ടാവും. ഇനി ഇത് കയ്യിൽ എഴുതിയാൽ എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നുകൂടി അതിനിടയ്ക്കൊരു ചോദ്യം ചോദിച്ചു. കയ്യിൽ എഴുതണോ വേണ്ടായോ എന്നുള്ളതും കയ്യിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഹസ്തരേഖയാണ്. അതായത് കയ്യിൽ വീഴുന്ന രേഖകൾ, അടയാളങ്ങൾ, മറകൾ ഇങ്ങനെയുള്ളതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഹസ്തരേഖയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും കുറേ പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറിച്ച് ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നല്ല സമയമാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് മാത്രമേ. ഇനി 30 ദിവസമല്ല, ഇനി 365 ദിവസം ഈ പറയുന്ന അക്കം എഴുതി വെച്ചാലും ഇത് ഭാവനയിൽ സങ്കല്പിച്ച് എഴുതിയാൽ സങ്കല്പവും ഭാവനയൊക്കെ വരും. കാരണം നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ ദിവസവും കൊണ്ടടക്കാം. ഞാനിങ്ങനെ എഴുതി എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സ് വിചാരിച്ച് അതിങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അത് ഭാവന വളരും. പക്ഷെ സമയം നല്ലതാണെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അക്കാര്യം സാധിക്കത്തുള്ളൂ.
ഭാവനയും കാര്യസാധ്യവും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ന്യൂമറോളജിയോ അസ്ട്രോളജിയോ ഹസ്തരേഖയോ വാസ്തുശാസ്ത്രമോ ഇതുപോലുള്ള എന്തെങ്കിലും പഠിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയോടൊന്നും വലിയ താല്പര്യം വരുന്നില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല. അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും അറിയാൻ പറ്റുന്ന വിദ്യകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന്. മറ്റൊരു കാര്യം, ഒന്നും ചെയ്യാതെ കഷ്ടപ്പെടാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഗുണമുണ്ടാകുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരും നമ്മുടെ ഇടയിലുണ്ട്. കാരണം കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും ജോലി ചെയ്യാനും ഒന്നും വയ്യ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ഉപ്പ്, കർപ്പൂരം, ഗ്രാമ്പൂവ്, മഞ്ഞൾ ഇതൊക്കെ ഉപയോഗത്തിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ കാര്യത്തിലും, പാചകത്തിനായാലും അല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്തു വെച്ചാൽ പണം ഉണ്ടാകും, പണമഴ പെയ്യും എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു അർത്ഥവുമില്ല. ഈ 12 12 12 എന്ന 3 പ്രാവശ്യം എഴുതുമ്പോൾ അത് 12 × 3 36 വരും. അല്ലെങ്കിൽ 1 2 1 2 1 2 ഇത് 3 പ്രാവശ്യം കൂട്ടുമ്പോൾ 9 വരും. ഈ 9 ആയാലും 36 ആയാലും 36നെ 3 6 കൂട്ടിയാലും 9 വരും. അപ്പൊ 6 എന്നത് ശുക്രനെയും 3 വ്യാഴത്തെയും 9 ചൊവ്വയെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 9 വരിക 3 3 3 അല്ലെങ്കിൽ 6 3 ഈ 9 വരുമ്പോൾ ചൊവ്വയുടെ ഗുണമേ അത് ചെയ്യത്തുള്ളൂ. പോരാട്ടത്തെയും ധൈര്യത്തെയും എടുത്തിയാട്ടത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പൊ പക്വതയില്ലാതെ ക്ഷമയില്ലാതെ എടുത്തിയാടി ഇപ്പൊ കുറെ പണം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങുന്നവരെ സംബന്ധിച്ചുള്ള ഒരു സംഖ്യയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇവര് ഇറങ്ങും. അപ്പം തോന്നുന്ന രീതിയിൽ ആവേശത്തിൽ ഇറങ്ങുന്ന ജീവിതം രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അപൂർവമായി ചിലപ്പോൾ രക്ഷപ്പെട്ടെന്നിരിക്കും. എന്നാലും പലരും അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകും എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ഈ അക്കം എഴുതിയാലും ഇല്ലെങ്കിലും വ്യാഴവും ശുക്രനും ചൊവ്വയും നിങ്ങളുടെ ജാതകത്തിൽ യോഗകാരകനായി നല്ല രീതിയിൽ ആണ് നിൽക്കുന്നത് എങ്കിൽ ജീവിത വിജയവും ഉയർച്ചയും ഉണ്ടാകും. ചൊവ്വ മോശമായാലോ എടുത്തിയാട്ടവും മുൻകോപവും നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കും. വ്യാഴം മോശമായാൽ ജീവിതം രക്ഷപ്പെടത്തില്ല. കാരണം ബുദ്ധി മോശം, ധനനാശം, അഹങ്കാരം, ഇതുകൊണ്ടൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ പല പരാജയങ്ങളും വരും. ശുക്രൻ മോശമായാലോ ജീവിതത്തിൽ ഒരു സുഖവും കിട്ടത്തില്ല, കുടുംബ ജീവിതത്തിലും സ്വൈര്യത ഉണ്ടാകത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു ദിവസമല്ല ഒരു വർഷം ഇങ്ങനെയുള്ള സംഖ്യകൾ എഴുതിക്കൊണ്ടിരുന്നാലും അവർക്ക് എന്തെങ്കിലും ഒരുപാട് മെച്ചമുണ്ടാകും എന്ന് ചിന്തിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് യാതൊരു കാര്യവും ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.